ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിംസ് ലീവ്. ഇന്ന് നമ്മൾ ബയോസ്റ്റാറ്റിക്സിലെ മറ്റൊരു പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് പാരാമെട്രിക് ടെസ്റ്റ്. സോ ഈ പാരാമെട്രിക് ടെസ്റ്റിൽ വരുന്ന 2 സാമ്പിൾ ടി ടെസ്റ്റ് എന്നൊരു പോർഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എന്താണ് ഈ 2 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നമ്മൾ രണ്ട് പോപ്പുലേഷൻ്റെ, ഓക്കെ, ഇതൊരു പോപ്പുലേഷനായിട്ട് കൺസിഡർ ചെയ്യുക, ഇതൊരു പോപ്പുലേഷൻ കൺസിഡർ ചെയ്യുക. സോ ഈ രണ്ട് പോപ്പുലേഷൻ്റെ മീൻ നമ്മൾ മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, വി ആർ മെഷറിങ് ദ മീൻ ഓഫ് ദ 2 പോപ്പുലേഷൻ. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ മീനും നമ്മൾ നോക്കി, ഈ ഒരു പോപ്പുലേഷൻ മീൻ നോക്കി, എന്നിട്ട് നമ്മൾ ഈ രണ്ട് മീനും കൂടെ കമ്പയർ ചെയ്തു. എന്തിനാണ്? എന്തൊക്കെ ഡിഫറൻസ് അവിടെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്തു. ഇനി അങ്ങനെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്? അതിൻ്റെ കാരണം എന്തെങ്കിലും ഒരു ഇറർ കാരണമാണ്, അല്ലെങ്കിൽ മേ ബി ഡ്യൂ ടു റാൻഡം ചാൻസ് കാരണമായിരിക്കും അതുണ്ടായിരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഈ ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ, അപ്പോൾ 2 സാമ്പിൾ ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 2 ടൈപ്സ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് അൺപെയർഡ് ടി ടെസ്റ്റും ഉണ്ട് ആൻഡ് പെയർഡ് ടി ടെസ്റ്റും വരുന്നുണ്ട്. ഓക്കെ, സോ അൺപെയർഡ് ടി ടെസ്റ്റ് എന്ന് പറയുമ്പം ഇതേപോലെ തന്നെ, അതായത് നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് പോപ്പുലേഷൻ്റെയും മീൻ നമ്മൾ നോക്കും, എന്നിട്ട് ഈ രണ്ട് മീനും കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് എന്താണ്? ഇതിന് വേറൊരു പേരാണ് ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ്. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ വേറൊരു പേരാണ് ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ്. സോ വാട്ട് ആർ ദി അസംഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാമ്പിൾ ചെയ്യേണ്ടത് ഇൻഡിപെൻഡൻ്റ്ലി ആയിരിക്കണം. ഓക്കെ, സാമ്പിളിംഗ് നടത്തേണ്ടത് എങ്ങനെയാണ്? ഇൻഡിപെൻഡൻ്റ്ലി ആയിരിക്കണം സാമ്പിളിംഗ് നടത്തേണ്ടത്. അതാണ് ഈ ഒരു പോയിന്റ്. സോ ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് ആണ്. സോ ദാറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആയിരിക്കണം സാമ്പിളിംഗ് നടത്തേണ്ടത്. ആൻഡ് ഇനി നമ്മൾ സാമ്പിളിംഗ് നടത്തേണ്ടത് ഇൻഡിപെൻഡൻറ്റ് ഗ്രൂപ്പ് എന്നാണ്. ഓക്കെ, സോ ഇൻഡിപെൻഡൻ്റ് എന്നുള്ള വേർഡ് ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഒന്ന് സാമ്പിളിംഗ് ഇൻഡിപെൻഡൻ്റ് നടത്തണം, അതേപോലെ തന്നെ രണ്ട് ഗ്രൂപ്പും ഇൻഡിപെൻഡൻറ്റ് വേറെ രണ്ട് ഗ്രൂപ്പ് ആയിരിക്കണം. ഓക്കെ, രണ്ട് ഗ്രൂപ്പും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇനി ഈവൻ ദോ ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് ടെസ്റ്റ് ആണെങ്കിൽ അതിന് ഡിപെൻഡൻറ്റ് വേരിയബിൾ വേണം അല്ലേ? അപ്പോൾ ഈ ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്തായിരിക്കണം? അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഓക്കെ, സോ ഡിപെൻഡൻറ്റ് വേരിയബിൾ ഷുഡ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇനി ഇതിന് എന്തുണ്ടായിരിക്കണം? ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ വേരിയൻസ്. ഓക്കെ, സോ ഈ രണ്ട് ഗ്രൂപ്പിനും വേരിയൻസ് ഉണ്ടായിരിക്കും. ഈ രണ്ട് വേരിയൻസ് എന്തായിരിക്കണം? വേരിയൻസ് ഷുഡ് ബി ഈക്വൽ ആയിരിക്കണം. ഇനി സോ വേരിയൻസ് ഈക്വൽ ആവുകയാണെങ്കിൽ എന്ത് ഈക്വൽ ആവും? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഈക്വൽ ആകും. ഓക്കെ, ഇനിയിപ്പോൾ വേരിയൻസ് ഈക്വൽ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ടൈപ്പ് 1 എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്തായിരിക്കണം? ദാറ്റ് ഈസ് മെഷേർഡ് ഇൻ ദി റേഷ്യോയിലോ അല്ലെങ്കിൽ ഇൻ്റർവെല്ലോ ആയിരിക്കും ഡിപെൻഡൻറ്റ് വേരിയബിൾ മെഷർ ചെയ്യുക. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ആണ് അസംഷൻസിൽ പറയേണ്ടത്. എന്താണെന്ന് വെച്ചാൽ, സോ ഫസ്റ്റ് 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻറ്റ് ടെസ്റ്റ് എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2 പോയിന്റ് അവിടെ നിന്ന് കിട്ടി. അതായത് സാമ്പിൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം ആൻഡ് സാമ്പിളിംഗ് ഓൾസോ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇനി ഇൻഡിപെൻഡൻറ്റ് ടെസ്റ്റ് ആണെങ്കിലും എന്താണ്? ഇതിന് ഡിപെൻഡൻറ്റ് വേരിയബിൾ വേണം. അപ്പം ഈ ഡിപെൻഡൻറ്റ് വേരിയബിൾ എങ്ങനെ ആയിരിക്കണം? ദാറ്റ് ഷുഡ് ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ദെൻ ഇനി ഇതിൻ്റെ വേരിയൻസ്, രണ്ട് ഗ്രൂപ്പിൻ്റെയും വേരിയൻസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ആൻഡ് ഓൾസോ ഡിപെൻഡൻറ്റ് വേരിയബിൾ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി മെഷേർഡ് ഇൻ ദി റേഷ്യോ അല്ലെങ്കിൽ ഇൻ്റർവെല്ലാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ മെഷർ ചെയ്യേണ്ടത്. ദെൻ പറയുന്നത് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്. സോ റിക്വയർമെൻറ്റ്സ് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതായത് 2 സാമ്പിൾ ആയിരിക്കണം എന്നുള്ളതും, 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ ആയിരിക്കണം എന്നുള്ളതും, നോർമലി ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കണം എന്നുള്ളതും, ദെൻ 2 സാമ്പിൾ ഷുഡ് ഹാവ് സെയിം വേരിയൻസ് തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ദെൻ നമുക്ക് എന്താണ് ഇവിടുത്തെ നൾ ഹൈപ്പോത്തസിസ്, എന്താണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് നോക്കാം. സോ നിങ്ങൾക്ക് എന്താണ് നൾ ഹൈപ്പോത്തസിസ് അറിയാമല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് ഗ്രൂപ്പ് തമ്മിൽ ദർ ഇസ് നോ ഡിഫറൻസ്. അതായത് ഇവരുടെ മീൻ തമ്മിലൊക്കെ, ഇവരുടെ മീൻ, ഈ ഗ്രൂപ്പിൻ്റെ മീനും ആൻഡ് ഈ ഗ്രൂപ്പിൻ്റെ മീനും തമ്മിൽ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അതായത് അപ്പം നമുക്ക് എങ്ങനെയാണത്? ഇപ്പോൾ ഇതാണ് എ എങ്കിൽ ഇത് ബി. അപ്പം എ മൈനസ് ബി വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് തമ്മിൽ ഡിഫറൻസ് ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പം അതിനർത്ഥം എന്തായിരിക്കും? എ വിൽ ബി ഈക്വൽ ടു ബി ആണ് അല്ലേ? എ വിൽ ബി, ഈ ബി നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ദാറ്റ് ഈക്വൽ ടു എ ഈക്വൽ ടു ബി. സോ അതാണ് ഇവിടെ പറഞ്ഞത്. മ്യൂ എന്ന് പറഞ്ഞാൽ മീനാണ്. അപ്പോൾ മീൻ 1 മൈനസ് മീൻ 2 വിൽ ബി ഈക്വൽ ടു 0 ആണ് അല്ലേ? അതായത് എന്താണ്? ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഗ്രൂപ്പ്. മീൻ ഓഫ് ദി രണ്ട് ഗ്രൂപ്പത്തിൻ്റെ മീൻ തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. ദാറ്റ് ഈസ് മ്യൂ 1 വിൽ ബി ഈക്വൽ ടു മ്യൂ 2 ആണ്. ഓക്കെ, ഇനി എന്താണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം? സോ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എപ്പോഴും എന്തായിരിക്കും? നൾ ഹൈപ്പോത്തസിസിന് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? മ്യൂ 1 ആൻഡ് മ്യൂ 2 നോട്ട് ഈക്വൽ ആയിരിക്കും. അത് ഈക്വൽ അല്ല എന്നുള്ളതാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. ഓക്കെ, ഇത്രയുള്ളൂ വരുന്നത്. എപ്പോഴാണ് നമ്മൾ ഈ ഒരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഒരു ടി ടെസ്റ്റ്, അൺപെയർഡ് ടി ടെസ്റ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യണത് എന്നുള്ളത്? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എപ്പോഴാണ് യൂസ് ചെയ്യണത്? അതായത് 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പിൻ്റെ നമ്മൾ മെഷർ ചെയ്യണമെങ്കിലോ ആൻഡ് അതിൻ്റെ വേരിയൻസ് എന്തായിരിക്കണം? അതിൻ്റെ വേരിയൻസ് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ വേരിയൻസ് ഈക്വൽ ആയിരിക്കണം. ആ സമയത്താണ് നമ്മൾ ഈ അൺപെയർഡ് ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ഗ്രൂപ്പ് എടുത്തു.
ഈ രണ്ട് ഗ്രൂപ്പ് ഏതൊക്കെയാണ്? വുമണും മെന്നും. സോ ഈ ഒരു ഗ്രൂപ്പിൽ ബോണ്ട് ഡെൻസിറ്റീൻ്റെ വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കണം. സോ അങ്ങനത്തെ കേസിലൊക്കെയാണ് രണ്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ടി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. സോ ഇത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ബിക്കോസ് അവിടെ എന്താണ്, നമുക്ക് കുറച്ച് ഡാറ്റ മതി. ഓക്കെ, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ ഈസി ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാക്കാൻ ഈസിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്. ഇറ്റ് ഹെൽപ്പ് ടു സേവ് ടൈം. പിന്നെ ഓൾസോ നമുക്കൊരു ജനറലൈസേഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇനി പോപ്പുലേഷനെ കുറിച്ചുള്ള എന്ത് കാര്യം വേണമെങ്കിലും നമുക്കിത് നോക്കിയാൽ കിട്ടും. പിന്നെന്താണ്, അതേപോലെ തന്നെ റോബസ്റ്റ്നെസ്. നെക്സ്റ്റ് വേണം എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് സബ്ജക്റ്റ്. ഒക്കെ നമുക്ക് ഇതിൻ്റെ സാമ്പിൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടാണ്. അതേപോലെ തന്നെ ഈ ടെസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിരിക്കും? ലോസ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ദെൻ ഇഫ് ഡാറ്റ നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസംഷൻ എന്തായിരിക്കും? അൺറിലയബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഡാറ്റ വയലേറ്റ് ചെയ്താൽ അസംഷൻ എന്തായിരിക്കും? അൺറിലയബിൾ ആയിരിക്കും. ആൻഡ് ക്രോസ് ഓവർ ഇഫക്റ്റ് കോസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് രണ്ട് ഗ്രൂപ്പിനെ, ഇവിടെ നമുക്കറിയാം രണ്ട് ഗ്രൂപ്പ് മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ രണ്ട് ഗ്രൂപ്പിൻ്റെ കമ്പാരിസൺ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇത്രയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ് കാൽക്കുലേഷൻ എന്നുള്ളതാണ്. ടി എക്സ് മീൻ മൈനസ് എക്സ് ടു മീൻ ആണെങ്കിൽ സോ ദ ഇക്വേഷൻ ഇസ് ലൈക്ക് ദിസ്, എക്സ് മീൻ മൈനസ് എക്സ് ടു ബൈ എസ് ഇ ഡിഫറൻസ് ആണ്. അപ്പം അതിൽ എസ് ഇ ഡിഫറൻസ് വരാൻ എന്താ നോക്കുക. ഇതിൽ ഫൈനൽ ഇക്വേഷനാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ എങ്ങനെയാണ് ഒരു ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് ഫസ്റ്റ് വി ഹാവ് ടു സ്റ്റേറ്റ് നൾ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക. എല്ലാ സ്റ്റെപ്പും പോലെ തന്നെയാണ് ഇതും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു നൾ ഹൈപ്പോത്തസിസും ഒരു ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഡിസൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ഫോർമുല ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്ത്? നമ്മളുടെ ടി ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. സോ നമ്മൾ ആ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ വി ഹാവ് ടു ഡിറ്റർമൈൻ ദ ക്രിട്ടിക്കൽ വാല്യൂ. എന്നിട്ട് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക. എങ്ങനെ? ടേബിൾ വാല്യൂ വെച്ചിട്ട്. ദെൻ എന്നിട്ട് നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അൺപെയ്ഡ് ടി ടെസ്റ്റിൽ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.